ഈ വർഷത്തെ SSLC ക്രിസ്മസ് പരീക്ഷയിൽ ആദ്യത്തെ പരീക്ഷയായ മാത്സ് പരീക്ഷ തൊട്ട് തന്നെ കടുപ്പമാകുമെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇതൊരു പേടിപ്പിക്കാനോ നിങ്ങളെ ടെൻഷനാക്കാനോ നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ വേവലാതി കൂട്ടാനോ ഉള്ളൊരു വീഡിയോ അല്ല, മറിച്ച് ഓർമ്മപ്പെടുത്തലാണ്. കൊറോണ സമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടക്കം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഭയം വേണ്ട പക്ഷേ ജാഗ്രത വേണമെന്ന്. അതുപോലെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം, നിങ്ങളുടെ കൂടെയുള്ളത് MS-ഉം MS-ൻ്റെ കംപ്ലീറ്റ് ടീമുകളുമാണ്. പിന്നെ എന്ത് വേണം, ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾക്കും ജാഗ്രതയുണ്ട്. എന്ത് കാര്യത്തിൽ? നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആക്കണമെന്നുള്ളൊരു ജാഗ്രത ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനും അതോടൊപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കും മേ ബി ഈ ജാഗ്രത വന്നേക്കാം. എന്തുകൊണ്ട്? കഴിഞ്ഞ 1-2 പരീക്ഷകളിലായിട്ട് ചോദ്യപേപ്പർ ചോർച്ച എന്ന ഒരു വിവാദം പ്രഡിക്ഷൻസിലൂടെയൊക്കെ കൂടുതൽ ഒരു ഫേമസ് വാല്യൂ കിട്ടിയൊരു സംഗതിയാണ്. പല സ്കൂളിലും പറയപ്പെടുന്നുണ്ട്, പല യൂട്യൂബ് ചാനലുകളും ചോദ്യപേപ്പർ ചോർത്തി തലേ ദിവസം രാത്രി പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ചോദ്യങ്ങൾ റിവീൽ ചെയ്യപ്പെടുന്നു. പ്രഡിക്ഷൻ എന്ന പേരിൽ, പ്രത്യേകിച്ച് MS പ്രഡിക്ഷൻ എന്ന പേരിൽ തന്നെ ചോദ്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നു എന്ന രീതിയിലൊക്കെ. എന്നിരുന്നാലും അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നു പോയ സമയത്ത് നിങ്ങളോട് ആരോടും ഞാൻ അതിനെക്കുറിച്ച് മറുപടികളോ കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. കാര്യം അവരന്വേഷിച്ചു, അതിനുള്ള കൃത്യമായ മറുപടി MS സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ അധ്യാപകർക്കിടയിൽ ഓൾറെഡി ഒരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു. ചോദ്യപേപ്പറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ആവർത്തിക്കപ്പെടുന്നതാണ് ഇത്തരം പ്രവചനങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് അധികം പോവാതെ പുതിയ ചോദ്യങ്ങളിലേക്ക് ചോദ്യകർത്താവ് വരട്ടെ എന്നുള്ള ഒരു നിർദ്ദേശങ്ങളും റിക്വസ്റ്റുമൊക്കെ അധ്യാപക ലെവലിൽ തന്നെ എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്? പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് റിക്വസ്റ്റ് മെയിലുകളായിട്ട് എത്തിയിട്ടുണ്ട്. ആയതിനാൽ എന്ത് ചാൻസും ഉണ്ട് ചോദ്യപേപ്പർ അത്രമേൽ ടഫാവാനുള്ള സാധ്യതയുണ്ട്. എളുപ്പമാക്കാൻ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണോ ലൈവിലും ഈ സ്കൂളുകളിൽ നിന്നും ട്യൂഷനൊക്കെ നിങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങളാണോ പഠിച്ചു പോയത്, അതേ ചോദ്യങ്ങൾ അതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും. കേരളത്തിലെ 4 ലക്ഷം വരുന്ന കുട്ടികളുടെ എക്സാം എളുപ്പമാക്കാനാണോ അല്ലെങ്കിൽ പരീക്ഷയായി പരീക്ഷണത്തിലൂടെ നടത്താനാണോ വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ തീരുമാനിക്കാൻ സാധ്യതയുള്ളത്? മേ ബി ടഫായേക്കാം. അവിടെ നമ്മൾ സാറ് തന്നെ ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ 9 ചാപ്റ്റർ പഠിക്കണോ എന്നെന്താണ് ഒരു ടെൻഷൻ മേ ബി നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ എന്താണ് 9 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് 4 ചാപ്റ്റർ മാത്രം നോക്കുകയാണെങ്കിൽ A+ ലെവൽ കണ്ടന്റ് പഠിക്കാൻ പറ്റും. പക്ഷെ എന്താണ് അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ, അവിടെ A+ കിട്ടാനും സാധ്യതയുള്ളൂ. പിന്നെ എന്താണ് MS പറഞ്ഞ പോലെ MS പ്രഡിക്ഷൻ ഇങ്ങനെ വൈറലായതുകൊണ്ട് പലർക്കും അത് പറ്റാത്തത് കൊണ്ടും എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വരുത്തണം എന്നുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത് കൊണ്ട് ക്രിസ്മസ് എക്സാമിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് ജാഗ്രത. പക്ഷെ എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ പഠിക്കേണ്ടതില്ല, നമ്മൾ തരുന്ന ലൈവുകൾ കൃത്യമായി പഠിക്കുക. അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എങ്ങനെ വന്ന് വീണമെന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് എക്സാമുകളൊക്കെ എന്താണ് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 4 ചാപ്റ്റർ, അതായത് ട്രിഗണോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, സോളിഡ്സ്, ഈ 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 77 മാർക്കാണ് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് കുട്ടികൾക്ക് ലഭിച്ചത്. പക്ഷേ ആദ്യത്തെ ചാപ്റ്ററുകളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിൽ 17, 21, 24 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. പോരാത്തതിന് ജോമെട്രി ആൻഡ് ആൾജിബ്ര കുട്ടികൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു, അതിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരമൊരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ഡിസംബർ എക്സാമിന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ള അവസാനത്തെ സെക്കൻഡ് ടേം പരീക്ഷയാണ്. അതുകൊണ്ട് ഒന്ന് കടുപ്പിക്കണമെന്ന് ചോദ്യകർത്താവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൂടി കൊടുക്കാം, ജോമെട്രി ഒന്ന് നീട്ടി ചോദിച്ചേക്കാം. ജോമെട്രി ഒരു അവസാനം വരെ അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം ജോമെട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് ഏത് തരത്തിലും നിങ്ങൾക്ക് ഒരു ജാഗ്രത വേണം എന്നതുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. ഇനി ഒട്ടും വേവലാതിപ്പെടേണ്ട. A+ ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച രാത്രി സാറ് ലൈവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ
ചൊവ്വാഴ്ച രാത്രി 7:20 പക്ക ഷുവർ ക്വസ്റ്റ്യൻസ്. അത് ചോദ്യകർത്താവ് ചോദ്യം ടൈറ്റ് ആക്കിയാലും ലൂസ് ആക്കിയാലും ആവറേജ് ആക്കിയാലും പ്രഡിക്ഷനിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മളെ മാക്സിമം പ്രഡിക്ഷൻസിൽ മാക്സിമം ചോദ്യങ്ങളും പിറ്റേ ദിവസം എക്സാമിന് കാണുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ അത്രയും എക്സ്പേർട്ടായിട്ട് തന്നെ നമുക്ക് പറയാം. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടടാ. കാര്യം നിങ്ങൾക്കറിയാലോ, ഇത് ഇന്നും തന്നെ തുടങ്ങിയല്ല, കഴിഞ്ഞ 8 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പോരാതെ നമ്മുടെ അധ്യാപകനായുള്ള മാത്സിൻ്റെ സാറിനുണ്ട്. ഓരോ അധ്യാപകർക്കും അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ ട്യൂഷൻ സെൻ്ററിലൊക്കെ സാറേ ചില സാറുമാരൊന്നും അറിയും, എടാ ഈ ചോദ്യം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയിരുന്ന് പറയും. അപ്പൊ അദ്ദേഹവും ചോദ്യ പേപ്പർ ചോർത്തി എന്നാണ് പറയുക. അതെ അതെ, അത് ഓൺലൈനിൽ പറയുമ്പോൾ എല്ലാവരും കാണുന്നു, അത്രേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങിയിട്ട് റിവ്യൂ എടുക്കുമ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പുഷ്പ താഴത്തില്ലടാന്ന് പറയുമ്പോൾ മറ്റൊരു അപ്പുറത്ത് പൊങ്ങത്തില്ലടാന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നവരുണ്ട്. കാര്യം അത് റിവ്യൂവിലുള്ള വ്യത്യാസമാണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള വ്യത്യാസമാണ്. എന്തായാലും MS-ന്റെ പ്രൊഡിക്ഷൻസ് നമുക്ക് നിർത്താൻ കഴിയില്ല. ഓരോ എക്സാമുകൾ വരുമ്പോഴും നിങ്ങൾക്കതൊരു സമാധാനമായി തോന്നുകയാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് MS പ്രഡിക്ഷനെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ കമൻറ്റ് ബോക്സിൽ MS പ്രഡിക്ഷൻസിന് സ്റ്റിൽ വെയിറ്റിംഗ് ആണെന്നുള്ള കമൻറ്റ് ഇടണം. അതുപോലെ 7:20 A+ ലെവലുള്ള ലൈവിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS Solutions ആൻഡ് ഇറ്റ്സ് മീ സൈനുൽ ആബിദീൻ ഫ്രം MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.